ആൾക്കാരാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയാണ്. 3 നില കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒഴുകിപ്പോകുന്ന വാർത്ത കണ്ടവരാണ് നാം ഏവരും. നാം അറിയണം, ഒരു സ്ഫോടനം, മേഘസ്ഫോടനം ഉണ്ടായാലുണ്ടാകുന്ന പ്രളയത്തെക്കുറിച്ചും ജീവനങ്ങളുടെ നഷ്ടത്തെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അങ്ങനെയാണെങ്കിൽ 79 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നാം അറിഞ്ഞിരിക്കേണ്ട ധാരാളം അനുഭവങ്ങളുണ്ട്. വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രം വളർന്നിരിക്കുന്ന ഒരു കാലത്താണ് നാം ഓർക്കുന്നത്. കമ്പ്യൂട്ടറിന്റെയും സയൻസിന്റെയും ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും ഒക്കെ കാലത്ത് ഈ പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുവാൻ, സ്വാതന്ത്ര്യദിന സന്ദേശം പറയുവാൻ ഒരുക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, രാവിലെ സമയം നമ്മുടെ വീട് മുറ്റത്ത് നമ്മുടെ വാർത്താ പത്രങ്ങൾ വരാറുണ്ട്. അന്നകത്ത് വരുന്ന വാർത്തകൾ വളരെ ഭീകരമായ വാർത്തകളാണ്. അക്രമത്തിന്റെയും പീഡനത്തിന്റെയും സ്ഫോടനത്തിന്റെയുമായി വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് നാം പ്രഭാതത്തിൽ വായിക്കാറുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം അറിയണം, അവന്റെ സ്വാതന്ത്ര്യം എത്രയുണ്ട് എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി: സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്